വെൽക്കം ബാക്ക്. ബിഗ് ബോസ് മലയാളം സീസൺ 7മായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ ചില അപ്ഡേറ്റുകൾ, ചില നിഗമനങ്ങൾ, ചിലരുടെ കുതന്ത്രങ്ങൾ, ചിലർ ശിഖണ്ഡികളായി മാറി അത്യന്തം മ്ലേച്ഛമായ മോശമായ കളി കളിച്ച് ഷാനവാസ് എന്ന് പറയുന്ന ആ ഒരു മത്സരാർത്ഥിയെ പുറത്താക്കാൻ വേണ്ടി അഹോരാത്രം പണിയെടുക്കുന്ന ചില ആളുകളുടെ പൊയ്മുഖങ്ങൾ, ഇതൊക്കെയാണ് നമുക്ക് ചർച്ച ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ജിസേൽ എന്ന് പറയുന്ന ഒരു മത്സരാർത്ഥി എന്തുകൊണ്ട് വസ്ത്രം ബഹിഷ്കരിച്ചു, ജിസേൽ വസ്ത്രം ബഹിഷ്കരിച്ച് തുണിയില്ലാന്നെന്നും പറഞ്ഞ് വലിയ രീതിയിലുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ നടക്കുകയാണ്. എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു തീരുമാനം ജിസേൽ എടുത്തത്? ആദ്യം തന്നെ ഷാനവാസിന്റെ അവസ്ഥ എന്താണ്? ഷാനവാസിനെ ഈ വീക്കെൻഡിൽ പുറത്താക്കും. ഷാനവാസിനെ ഈ വീക്കെൻഡിൽ ലാലേട്ടം വന്ന് ശാസിക്കാൻ ഏറെ കാരണങ്ങളുണ്ട്. ഷാനവാസിനെ പുറത്താക്കുമോ, അതല്ലെങ്കിൽ ഷാനവാസിനെ സീക്രട്ട് റൂമിലേക്ക് വിടുമോ? ഈ വീക്കിലെ മോശം പ്രകടനത്തെ തുടർന്ന് ഷാനവാസ് ജയിലിൽ പോയി എന്നാണ് അറിയാൻ കഴിയുന്നത്. ഷാനവാസ് ഇപ്പോൾ ജയിലിലാണ്. ഷാനവാസിനെ തുരത്താൻ ഫൈനൽ 5 ഏറെക്കുറെ ഉറപ്പിച്ച ഷാനവാസിനെ തുരത്താൻ അവിടെ പണിയെടുക്കുന്ന ചില പ്രമുഖരുടെ യഥാർത്ഥ മുഖങ്ങൾ. ഞാൻ സോറി പറയാൻ ഞാൻ റെഡിയാണ്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വന്ന ഈ അലഗേഷനിൽ ഷാനവാസ് എൻ്റെ അടുത്ത് മാപ്പ് പറയണ്ട. പക്ഷെ അയാളുടെ ചിന്താഗതി തെറ്റാണ്. ഇപ്പൊ ഷാനവാസിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട് പുറത്ത്. അവരും ഷാനവാസ് മാറുന്നതുകൂടെ റിയലൈസ് ചെയ്യുന്നത് അവരും കൂടിയാണ്. ഈ ആദില എന്ന് പറയുന്ന ഈ പെൺകുട്ടി അക്ഷരാർത്ഥത്തിൽ ശിഖണ്ഡി പ്ലേ ആണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് എന്താണ് ഈ പെൺകുട്ടിയുടെ സ്റ്റാൻഡ് എന്ന് മനസ്സിലാവുന്നില്ല. ആദ്യം ഷാനവാസിനോടൊപ്പം നിൽക്കുന്നുണ്ട്, ഷാനവാസിന് വേണ്ടി സംസാരിച്ചു. ഈ പറഞ്ഞ നെവിൻ ഇതേപോലെ പെരുമാറിയെന്നും പറഞ്ഞ് നോമിനേറ്റ് ചെയ്തെന്നാണ് എന്റെ ഓർമ്മ. ഇപ്പൊ ആദില നെവിന്റെ കൂടെ നിൽക്കുന്നത്. അതിന് കാരണം പ്രത്യേകിച്ചൊന്നുമല്ല, ഫൈനൽ 5 ഏറെക്കുറെ ഉറപ്പിച്ചൊരു മത്സരാർത്ഥിയാണ് ഷാനവാസ്. ഷാനവാസിനെ എങ്ങനെയെങ്കിലും പുറത്താക്കുവാണെങ്കിൽ, അതായത് 2-3 കാരണങ്ങളുണ്ട്. ഇപ്പൊ ഒന്ന്, ഈ പുറത്തുനിന്ന് കയറി വന്ന മറ്റേ ഗെയിം ചേഞ്ചറെ അവമാനിച്ച് തന്തയ്ക്ക് വിളിച്ച് ഇറക്കി വിട്ട്. ആ ഒരു വിഷയത്തിൽ ഒരു രീതിയിലും ഷാനവാസിനെ കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം ഒരു ഹോട്ടലിൽ വരുന്ന ഒരു ഗസ്റ്റ് ഒരു രീതിയിലും നേരിട്ട് സ്റ്റാഫുകളോട് ഈ രീതിയിൽ ചോദ്യം ചെയ്യുകയോ അവരോട് പണിയെടുക്കാൻ പറയുക, അവര് ചീത്ത വിളിക്കാനോ ഭരിക്കാനോ ഒരു ഗസ്റ്റും പോകത്തില്ല. ലോകത്ത് എവിടെ അങ്ങനെ ഒരു സിസ്റ്റം ഇല്ല. അതുകൊണ്ട് തന്നെ അത് ചോദ്യം ചെയ്ത ഷാനവാസിന് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. പിന്നെ ഗെയിം ചേഞ്ചറെ എടാന്നും പോടാന്നും വിളിച്ചെന്ന് എത്രയോ സ്റ്റാഫുകൾ ഇതുപോലെ മോശമായി GM-നെ അല്ലെങ്കിൽ ഹോട്ടലിലെ സ്റ്റാഫുകളെ അല്ലെങ്കിൽ വരുന്ന ഗസ്റ്റുകളോട് ഉടക്കുണ്ടാക്കി പോകുന്ന ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ടല്ലോ. എത്രയോ പേര് അങ്ങനെ പോകുന്നു. പല ടൈപ്പ് സ്റ്റാഫുകളല്ലേ ഉള്ളു. അത്തരത്തിലൊരു സ്റ്റാഫ് അതാണ് ഷാനവാസ് എന്ന് വേണമെങ്കിൽ പറയാമല്ലോ. അതൊരു ടാസ്ക് ആയിരുന്നല്ലോ. ഷാനവാസ് ടാസ്കിന്റെ ഉള്ളിൽ നിന്നുകൊണ്ടാണ് ആ രീതിയിൽ ഇവനെ എടാന്നും പോടാന്നും വിളിച്ചത്. ഇതിനു മുമ്പ് ഗെയിം ചേഞ്ചറുടെ സീസണിൽ ഗെയിം ചേഞ്ചർ എന്താണ് കാണിച്ചത്? ആ ഒരു വീഡിയോ ലാലേട്ടൻ ഗെയിം ചേഞ്ചറെ ശാസിക്കുന്ന, അതായത് ഗെയിം ചേഞ്ചർ പുറത്തിറങ്ങി പറഞ്ഞത് ഞങ്ങളുടെ സീസൺ വളരെ നല്ലതായിരുന്നു, മോശം വാക്കുകൾ ഉപയോഗിക്കാറില്ലായിരുന്നു. ഏറ്റവും മോശമായ വാക്കുകളല്ല ഇങ്ങനെയാണോ വീട്ടിൽ സംസാരിക്കുന്നത്? പിന്നെ മര്യാദയ്ക്കുള്ള ഭാഷയിൽ സംസാരിച്ച് കളിക്കാനാണെങ്കിൽ അവിടെ നിൽക്കാം, അല്ലെങ്കിൽ ഇപ്പൊ ഇവിടെ വരാം. ഇത് മുഴുവൻ മ്യൂട്ട് ചെയ്ത് കാണിക്കാനുള്ളതല്ല. ഇതായിരുന്നു ഗെയിം ചേഞ്ചറുടെ അവസ്ഥ. അന്ന് നമ്മൾ കണ്ടാണ് ഗെയിം ചേഞ്ചർ ഇംഗ്ലീഷിൽ നമ്മളൊന്നും ജീവിതത്തിൽ കേൾക്കാത്ത രീതിയിലുള്ള തെറി പറഞ്ഞൊരു മഹാനാണ് ഈ ഗെയിം ചേഞ്ചർ. അതുകൊണ്ട് തന്നെ ഗെയിം ചേഞ്ചറെ അവമാനിച്ചു വിട്ടതിന്റെ വിഷയത്തിൽ ഷാനവാസിനെതിരെ എന്തെങ്കിലും ആക്ഷൻ എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഷാനവാസിനെ, ഇപ്പം ജയിലിലാണ് ഷാനവാസ് ഉള്ളത്, ഷാനവാസിനെ ഈ വീക്കില്, അതായത് ലാലേട്ടം വന്നതിന് ശേഷം ഒരു പക്ഷേ സീക്രട്ട് റൂമിലോട്ട് കൊണ്ടുപോയേക്കാം. ആരോഗ്യ കാരണങ്ങൾ പറഞ്ഞ് സീക്രട്ട് റൂമിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു ചാൻസ് ഉണ്ടെന്ന് ചെറിയൊരു സൂചനയുണ്ട്. ഇതാണ് ഏറ്റവും അഭികാമ്യമായ സ്ഥലം. പലരുടെയും മുഖങ്ങൾ ഷാനവാസിന് മനസ്സിലാക്കാനും പ്രേക്ഷകർക്ക് മനസ്സിലാക്കാനും ഏറ്റവും അഭികാമ്യമായ ഒരു സമയം എന്ന് പറയുന്നത് ഏതാണ്ട് ഫൈനൽ 5 ഉറപ്പിച്ച് നിൽക്കുന്ന ഒരു മത്സരാർത്ഥിയാണ് ഷാനവാസ്. ഷാനവാസിനെ ഇപ്പൊ സീക്രട്ട് റൂമിലോട്ട് വിടുവെന്നാണ് കേൾക്കുന്നത്. ഉറപ്പില്ല 100%. സീക്രട്ട് റൂമിലോട്ട് വിടുവാണെങ്കിൽ ഗെയിമിൽ വലിയൊരു ട്വിസ്റ്റ് വരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നമുക്ക് കാത്തിരുന്ന് കാണാം ഷാനവാസിന്റെ അവസ്ഥ എന്താവും. ഷാനവാസിനെ എന്തായാലും പുറത്താക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏറ്റവും കൂടുതൽ ലോട്ടിൽ നിൽക്കുന്നത് ഷാനവാസും ലക്ഷ്മിയാണ്. ഏറ്റവും താഴെ നിൽക്കുന്ന ഈ റനാ ഫാത്തിമയും നമ്മുടെ സാബുമാനുമാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ ഷാനവാസിനെ പുറത്താക്കാൻ പറ്റത്തില്ല. പക്ഷെ ഷാനവാസിനെ ഏത് വിധേനയും പുറത്താക്കാനുള്ള ശ്രമം ആദിലെ ഉൾപ്പെടെയുള്ള നെവിൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ഒരു വിഷയത്തിന്റെ പേരിൽ പുറത്താക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. ഇനി ഇന്നലെ ഏറ്റവും അധികം ആളുകൾ ചർച്ച ചെയ്ത മറ്റൊരു സാധനം എന്ന് പറയുന്നത് നമ്മുടെ ജിസേല് തുണിയില്ലാതെ നടന്നു എന്നുള്ളത്. ജിസേല് അടുക്കളയിൽ കയറി തുണിയില്ലാതെ നടക്കുന്ന ആ ഒരു ദൃശ്യം കണ്ട് ചില പഹയന്മാർ അന്തം വിട്ട് നിൽക്കുന്നു. എന്താണ് ഉണ്ടായത്?
ഈ ഒരു വീഡിയോ ആണ് ഇന്നലെ ഏറ്റവും അധികം ചർച്ചയായത്. ഒരുപാട് പേര് വിമർശിച്ചൊക്കെ രംഗത്തെത്തിയിട്ടുണ്ട്. എന്നാൽ എനിക്കിത് വലിയ വിമർശനമായിട്ട് തോന്നുന്നില്ല. കാരണം ജിസേലിനെ ഈ ഒരു കലാപരിപാടിക്ക് കൊണ്ടുവന്നത് എന്തിനാണ്? എല്ലാ സീസണിലും ഇതുപോലുള്ള ചില താരങ്ങളെ കൊണ്ടുവരാറുണ്ട്. ജിസേൽ നമുക്കറിയാം, ഇതിനു മുമ്പ് ഹിന്ദി ബിഗ് ബോസിലും പ്രകടനം കാഴ്ചവെച്ച ഒരു പ്രമുഖ താരമാണ്. ഇവിടെ ജിസേലിന് പറ്റിയ ഒരു എതിരാളിയല്ല, ഒരു കോ പാർട്ണറേയും കൊടുത്തിരുന്നു. ആര്യൻ എന്ന് പറയുന്ന ഒരു പഹയൻ നല്ല രീതിയിൽ കളിക്കുമെന്ന് പലരും പ്രതീക്ഷിച്ചു. ഒരു കാമക്കടുവയാണെന്നൊക്കെ അനുമോൾ ആരോപിച്ച് കാമക്കടുവയായി മാറിയെന്നൊക്കെ പലരും വിചാരിച്ചെങ്കിലും ഇതുവരെ അത്തരത്തിലുള്ള ഒരു ഔട്ട്പുട്ട് ആ ഒരു പഹയന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. ഇവിടെ ജിസേൽ എന്ന് പറയുന്ന ഈ പ്രമുഖ താരത്തെ കൊണ്ടുവന്നത് ഇതിനൊക്കെ തന്നെയാണ്. അതായത് ഓളാ ഡ്രസ്സ് ഇട്ട് നടക്കുമ്പോഴത്തേന് ആര്യൻ എന്ന് പറയുന്ന ഒരു പഹയൻ അവിടെ ക്ഷീണിച്ച് കിടപ്പാണ്. കാമക്കടുവയായി മാറുമെന്ന് പ്രതീക്ഷിച്ച ഓനെ കൊണ്ടാവുന്നില്ല. ആര്യൻ കതോരിയിൽ വലിയ പ്രതീക്ഷ അർപ്പിച്ച് ബിഗ് ബോസിന്റെ അണിയറ പ്രവർത്തകർ കാത്തിരുന്നെങ്കിലും ബെഡ്ഷീറ്റിന്റെ അടിയിൽ കൂടിയുള്ള ചില കലാപരിപാടികൾ മാത്രമാണ് ഓൻ നടത്തുന്നത്. പ്രേക്ഷകർക്ക് വേണ്ടി ആ ഒരു പകയൻ ഒന്നും ചെയ്യുന്നില്ല. ഓനെ കൊണ്ട് എന്തെങ്കിലും ചെയ്യിപ്പിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ജിസേലിനെയാണ് കാണാൻ സാധിക്കുന്നത്. ഓൾ ഇതിൽ കൂടുതൽ എന്താ ചെയ്യേണ്ടത്? തുണി വരെ ബഹിഷ്കരിച്ച്, എന്നിട്ട് പോലും ഓനെ കൊണ്ട് ഒന്നും കഴിയാതെ അവിടെ കിടന്നുറങ്ങുന്ന ഒരു പഹയനെയാണ് കാണാൻ സാധിക്കുന്നത്. എന്താ ഓനെ ചെയ്യണ്ടേ? ഓനിക്ക് എന്താണ് കടുക്കാവെള്ളം കൊടുത്ത ബിഗ് ബോസിന്റെ ആൾക്കാർ? അതവിടെ നിൽക്കുന്ന പഹയന്മാർക്ക് മുഴുവൻ കടുക്കാവെള്ളം കൊടുത്തിട്ട് നിർത്തിയേക്കാണ്. എനിവേ, ഈ ഒരു വിഷയത്തിൽ ജിസേലിനെ ഒട്ടുമേ കുറ്റം പറയാൻ ആഗ്രഹിക്കുന്നില്ല. ജിസേലിൽ നിന്ന് എന്താണോ അണിയറ പ്രവർത്തകർ പ്രതീക്ഷിക്കുന്നത് അത് ജിസേൽ കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. കൂടുതൽ ബഹിഷ്കരണം വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നുള്ള വലിയ പ്രതീക്ഷയിലാണ് കുടുംബ പ്രേക്ഷകർ. എന്റെ അഭിപ്രായത്തിൽ ഓനെ പുറത്താക്കിയതിനു ശേഷം മിടുക്കനായ ചുണക്കുട്ടനായ ഇത്തരം കാര്യങ്ങൾ വളരെ വിദഗ്ധമായി കൈകാര്യം ചെയ്യാൻ ശേഷിയുള്ള ആ ഒരു വ്യക്തിയെ ചലഞ്ചറായിട്ടെങ്കിലും കൊണ്ടുവരണം. ആരാണത്? വരട്ടെ. അതെ, നല്ലൊരു ഗൈഡ് എടുക്കാം. ഈ സീസണിൽ ഏറ്റവും അധികം പിഴവ് സംഭവിച്ചത് അതാണ്. ഇനി നിലവിൽ ജനങ്ങളുടെ ആ ഒരു വോട്ടിങ്ങിന്റെ പൾസ് എങ്ങനെയാണ് അൺഒഫീഷ്യൽ പോളുകളിൽ നോക്കാം. അതായത് ഷാനവാസ് ഏറ്റവും മുകളിൽ നിൽക്കുന്നു. ഷാനവാസിന്റെ തൊട്ട് താഴെ നിന്നിരുന്ന നൂറയായിരുന്നു തുടക്കത്തിൽ. ആ നൂറയെ പോലും അട്ടിമറിച്ചുകൊണ്ട് ലക്ഷ്മി ഷാനവാസിന്റെ തൊട്ട് താഴെ നേരിയ വ്യത്യാസത്തിൽ നിൽക്കാനുള്ള പ്രധാന കാരണം മറ്റാരുമല്ല, നമ്മുടെ ഗെയിം ചേഞ്ചറും ഒപ്പം തന്നെ ബിഗ് ബോസിന്റെ അണിയറ പ്രവർത്തകരും മറ്റു ചില ആൾക്കാരും നമ്മുടെ ലാലേട്ടൻ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് അതിൽ പങ്കുണ്ട്. അതുകൊണ്ട് തന്നെ ലക്ഷ്മി നല്ല രീതിയിൽ മുന്നിൽ പോയിരിക്കുന്നു. തീർച്ചയായും ഫൈനൽ 5, അതായത് ഞാൻ മനസ്സിലാക്കുന്ന ഒരു ഫൈനൽ 5 അല്ല, ഫൈനൽ 4, ഷാനവാസ്, ലക്ഷ്മി, അനീഷ്, അനുമോൾ ഇവരെന്തായാലും ഫൈനൽ 4 ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. മറ്റുള്ളവരുടെ കാര്യത്തിലൊന്നും നമുക്ക് ഉറപ്പ് പറയാൻ സാധിക്കത്തില്ല. എനിവേ, ഏറ്റവും ടോപ്പിൽ ഈ ഒരു വിഷനിൽ ഷാനവാസ് നിൽക്കുന്നു. തൊട്ട് താഴെ നമ്മുടെ ലക്ഷ്മി നിൽക്കുന്നു. അതിന്റെ താഴെ നൂറ, അതിന്റെ താഴെ ആദിലയ്ക്ക് ഒരു പക്ഷേ ഇന്നൂടാകുമ്പോൾ ഒരുപാട് വോട്ടിങ് കുറഞ്ഞേക്കാം. അത്രയും അധികം ആളുകളെ വെറുപ്പിക്കുന്നുണ്ട്. അതിന്റെ താഴെ സാബുമാൻ നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഞെട്ടിക്കുന്ന സംഭവം. സാബുമാന് ഒരുപാട് സിമ്പതി വോട്ടുകൾ കിട്ടിയിരിക്കുന്നു. ഏറ്റവും താഴെ വന്നിരിക്കുന്നത് റെണയും നെവിനുമാണ്. മറ്റ് അത്ഭുതങ്ങൾ ഒന്നും ഉണ്ടായില്ലെങ്കിൽ റെണയും നെവിനും ഒരു പക്ഷേ പോയേക്കാം. നെവിൻ വരാനുള്ള പ്രധാന കാരണം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നെവിന്റെ പ്രകടനം ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. അല്ലാത്ത പക്ഷം നെവിൻ തീർച്ചയായും കുറച്ചുകൂടെ മുകളിൽ പോയി നിൽക്കേണ്ട ഒരു മത്സരാർത്ഥിയാണ്. എനിവേ, ദൗർഭാഗ്യകരം എന്ന് പറയാം. ഷാനവാസിനോട് നെവിൻ ചെയ്ത പ്രവർത്തികൾ കുറച്ച് മോശമായി പോയി. ഷാനവാസിനെ കുറ്റം പറയാൻ സാധിക്കത്തില്ല. ഷാനവാസിന് ആ ഒരു സംഭവത്തിൽ താല്പര്യമില്ല. ഓമ്പിന് എന്താണ് ചെയ്യേണ്ടത്? ഈ ഒരു പകയം വരുമ്പോഴത്തേന് മിണ്ടാണ്ട് ഇങ്ങനെ ഇരുന്നിട്ട് ജന്തച്ച ചെയ്തിട്ട് പൊയ്ക്കോന്നും പറഞ്ഞ് മിണ്ടാണ്ട് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ശരിയാവുമോ? ഓനിക്കത് കഴിയോ? അതുകൊണ്ട് തന്നെ ഓൻ പറഞ്ഞതിൽ ഒരു തെറ്റുമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാൽ അത് സത്യമാണോ എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. എനിവേ, ഈ വീക്കെൻഡിൽ ഇതിനെല്ലാം ഉത്തരം കിട്ടും. ഷാനവാസിനെ പുറത്താക്കാനുള്ള ഈ ഒരു കുടില തന്ത്രം മെനയുന്ന ആദിലയും നെവിനെയും കുറിച്ചും ഷാനവാസ് ഈ ഒരു വിഷയത്തിൽ പുറത്തു പോകുമോ അതോ സീക്രട്ട് റൂമിലേക്ക് പോകുമോ? ഏറ്റവും അധികം ചാൻസ് സീക്രട്ട് റൂമിൽ പോകാനാണ്. നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുക. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.